തുറമുഖം യാഥാർത്ഥ്യമായതിന്റെ പിന്നിലുള്ള യോദ്ധാക്കൾ, പോരാളികൾ ഇനിയും പലരുമുണ്ട്. സെലിഗമെന്ററി ആരംഭിക്കുന്നു. ചിലരെ പരിചയപ്പെടുത്തി, ഈ ദിവസങ്ങളിൽ ചിലരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓമനക്കുട്ടൻ, ടെഡി ഗോമസ്, സേവ്യർ കുലാസ്, ഇനിയുമുണ്ട്. പക്ഷെ അധികമൊന്നും ജനങ്ങൾ സഹിക്കേണ്ടി വരില്ല. വളരെ കുറച്ചുപേർ മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് അത്തരം ആളുകളെ പരിചയപ്പെടുത്താം. അതിലൊരാളാണ് ഒരുപക്ഷെ പോർട്ട് നിന്നു പോകും ഇടയ്ക്ക് പറഞ്ഞല്ലോ, അദാനി പ്രോജക്റ്റ് ഉപേക്ഷിച്ച് കൊളംബോയിലോട്ട് പോകുന്നു എന്നുള്ള ഒരു ഘട്ടമുണ്ടായിരുന്നു ഇവിടെ. 140 ദിവസത്തെ സമരം. ആ സമരത്തെ പ്രാദേശികമായി വിഴിഞ്ഞം പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ ചെറുത്തു തോൽപ്പിക്കുവാൻ ധൈര്യം കാണിച്ച, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, ആ സമയത്ത് എല്ലാവരും മാളങ്ങളിൽ ഒളിച്ചു. കാരണം ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു എതിർ ശബ്ദം പുറത്തു വരിക എന്നുള്ളത് വളരെ, കാരണം 100% ആളുകളും സമരത്തിലാണ് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നിടത്ത് അല്ല, എതിർ ശബ്ദങ്ങൾ ഉണ്ട് എന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞ ഒരാളാണ് റിച്ചൻസ് മൊറൈസ്. തുറമുഖത്തിന്റെ ക്രെഡിറ്റിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കേണ്ട ഒരു പേരാണ് റിച്ചൻസ് മൊറൈസ്. പലർക്കും പലയിടത്തിരുന്നുകൊണ്ട്, ഞാൻ നഗരത്തിലിരുന്നു കൊണ്ടാണ് ഈ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോരാടിയതെങ്കിൽ അദ്ദേഹം ആ ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ സമരത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന വിധത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ ഞങ്ങൾക്ക് നഗരത്തിലിരുന്ന് സമരം ചെയ്യുന്നവർക്ക് വലിയ ഊർജമായിരുന്നു, ആവേശമായിരുന്നു. ആ അനുഭവവും പരിചയവും ശ്രീ റിച്ചൻസ് മൊറൈസ് പങ്കുവയ്ക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതലേ ഒരു മാതാപിതാക്കളും നാട്ടുകാരും പറയുന്ന ഒരു വലിയൊരു സംഭവമാണ് വിഴിഞ്ഞ ഹാർബർ. ഇന്ന് കാണുന്ന ഹാർബറല്ല അവരുദ്ദേശിച്ചത്. ഇന്ന് ഫിഷിംഗ് ഹാർബർ നിലനിൽക്കുന്ന സ്ഥലത്ത് വരുന്ന ഹാർബറിനെ കുറിച്ചായിരുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന ഹാർബർ ഈ ലോകത്തിൻ്റെ വികസന കവാടവും ഇന്ത്യയുടെ സാമ്പത്തിക കവാടവും ആകാൻ പോകുന്ന ഈ വിഴിഞ്ഞം ഹാർബർ 2013 ഈ തീരദേശത്തെ 2 മത്സ്യത്തൊഴിലാളികളെ തിരുവനന്തപുരം രൂപതയുടെ കെയർ-ഓഫിൽ അവരെ കൊണ്ട് സുപ്രീം കോടതിയുടെ ഹരിത ട്രിബ്യൂണലിൽ ബെഞ്ചിൽ കേസ് കൊടുത്ത് ഇതിനെ തടസ്സപ്പെടുത്തി ഇട്ടിരിക്കുകയായിരുന്നു. ഇത് ഏകദേശം വിഴിഞ്ഞത്ത് വരില്ല എന്നും ഇത് കുളച്ചലിലേക്കുള്ള ഒരു സാധ്യത, അന്ന് NDA സർക്കാരിൻ്റെ കാലഘട്ടത്ത്, നരേന്ദ്രമോദിയുടെ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലഘട്ടത്ത് കന്യാകുമാരി MP ആയിരുന്ന പൊന്നു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന MP കുളച്ചിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഒരുങ്ങിയ സമയത്താണ് എനിക്ക് ഒരിക്കലും ഈ ഹാർബർ എന്ന് പറഞ്ഞാൽ ഇലിയാസ് ജോൺ സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് അദ്ദേഹം എടുത്ത ശക്തമായ ചുവടുവയ്പ്പാണ് ഇന്ന് കാണുന്ന ഈ ഇന്ത്യയുടെ വലിയ വികസന കവാടം ആകുന്ന വിഴിഞ്ഞം പോർട്ട്. അദ്ദേഹം ഏകദേശ ഒരു ഉദ്ദേശം അദ്ദേഹം മനസ്സിലായി, ഈ വിഴിഞ്ഞത്ത് ഇത് ഇവിടെ വരാൻ സാധ്യതയില്ല. അദ്ദേഹം വിഴിഞ്ഞം പാരിഷ് കൗൺസിൽ ഒന്ന് കാണുകയും അന്നത്തെ അനിശ്ചിതാവസ്ഥയെക്കുറിച്ച് പറയുകയും, നമ്മുടെ നാടിൻ്റെ വലിയ പുരോഗതിയാണ് ഇത്, എന്നേക്കുമായിട്ട് നമുക്ക് നമ്മുടെ നാട് തന്നെ നഷ്ടപ്പെടും, നിങ്ങളൊന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വീണ്ടെടുക്കാം എന്നുള്ള ഒരു ചർച്ചയിന്മേലാണ് ഈ ഹാർബറിൻ്റെ ഒരു പുനഃപ്രതിഷ്ഠ ഇവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്നും ഈ ഹരിത ട്രിബ്യൂണലിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഈ തുറമുഖവുമായി ബന്ധമില്ലാത്ത 2 വ്യക്തികളാണെന്നും ആ തരത്തിൽ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സാർ ഈ ഹാർബറുമായി ഉള്ള ചർച്ചകൾ സജീവ സാധ്യതയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ഈ ക്രിസ്തുദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും നമ്മുടെ അടിമലത്തുറയുള്ള
അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. അദ്ദേഹത്തെയും ഈ സുപ്രീം കോടതിയിലെ ആ ഹർജിയിൽ നിന്നും പിന്മാറ്റുകയും ചെയ്തതോടുകൂടിയാണ് ഇതിൻ്റെ ഒരു പുതിയൊരു തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം അദാനിയുമായിട്ട് ഉമ്മൻചാണ്ടി സാർ കരാർ ഒപ്പുവയ്ക്കുകയും ഈ കരാറിൻ പ്രകാരം ഈ സംവിധാനം, ഈ നിർമ്മാണ പദ്ധതികൾ വളരെ സ്ലോ മൂവ്മെൻറ്റിൽ പോകുന്ന സമയത്താണ് ഈ ഹാർബറിനെ എന്നേക്കുമായിട്ട് ഇവിടുന്ന് ഇതിനെ അടപ്പിക്കുന്നതിലേക്ക് വേണ്ടി, ഈ പദ്ധതിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്ക് വേണ്ടി ചിലർ വലിയൊരു സമരപരിപാടിയുമായി വരികയും ആ സമരപരിപാടിയെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന വലിയ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു സാധ്യതകൾ, ഇവിടുത്തെ ചില അജണ്ടകളെ പരാജയപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ദൃശ്യമാധ്യമങ്ങളിലും ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും സജീവ സാന്നിധ്യത്വത്തോടുകൂടി എൻ്റെ ഓർമ്മകളും ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതിയും ആ 2022 നടന്ന ഈ സമര കാരണങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഞാൻ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുകയും അതിൻ്റെ ഒരു കുഞ്ഞു ഫലം കൂടിയാണ് ഈ ഇന്ന് വിഴിഞ്ഞം കാണുന്ന മഹാപ്രസ്ഥാനമായ വിഴിഞ്ഞം കണ്ടെയ്നർ ഹാർബർ. റിച്ചർഡ്സ് മൊറൈസ് ഒരു പോരാളിയാണ്. അദ്ദേഹത്തിന് തുറമുഖത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഭാവി ഒക്കെ കുറേയൊക്കെ അറിയാവുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ നിരീക്ഷണം എന്താണ് ദുബായ് പോർട്ട് വിഴിഞ്ഞം എടുക്കാതെ പോയത് എന്നുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിരീക്ഷണം അദ്ദേഹം നൽകുന്നുണ്ട്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ദുബായ് പോർട്ട് വേൾഡ് ആദ്യം സന്ദർശിച്ചത് വിഴിഞ്ഞമാണ്. പ്രകൃതിദത്തമായി 22, 23, 24 മീറ്ററോളം താഴ്ചയുള്ള വിഴിഞ്ഞം ഉപേക്ഷിച്ച് എന്നും ഡ്രഡ്ജ് ചെയ്താൽ മാത്രമേ കപ്പലുകൾക്ക് കൊച്ചിയിലെ വല്ലാർപാടം കണ്ടെയ്നറിലേക്ക് ബെർത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ വിഴിഞ്ഞം പ്രകൃതിദത്തമായ ഈ താഴ്ചയുള്ള ഈ വിഴിഞ്ഞം ഉപേക്ഷിച്ച് ദുബായ് പോർട്ട് വേൾഡ് വല്ലാർപാടം എടുത്തതിൻ്റെ ഒരു പ്രധാന കാരണം വിഴിഞ്ഞം സാധ്യത ആയിക്കഴിഞ്ഞാൽ ഈ ദുബായ് വരെ അടയ്ക്കപ്പെടും. അവർ തന്ത്രപരമായിട്ടാണ് ഈ വിഴിഞ്ഞം എടുക്കാതെ ഈ വെറും 10 മീറ്റർ താഴ്ച മാത്രമുള്ള വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനുള്ള സാധ്യതയ്ക്ക് അവർ കളമൊരുക്കിയത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആ സാധ്യതകളെ ഇന്ന് എല്ലാവർക്കും ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കമ്മീഷൻ ചെയ്ത് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ 630ഓളം കണ്ടെയ്നർ മദർഷിപ്പുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. സർക്കാരിന് പോലും GST വരുമാനത്തിൽ 75 കോടി രൂപയാണ് ഇന്ന് കിട്ടിയത്. ഈ വരുമാന സ്രോതസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ ഉന്മൂലനം ചെയ്തിട്ട് മറ്റുള്ള തുറമുഖങ്ങൾക്ക് ഉന്നതിയിലെത്തുന്നതിലേക്ക് വേണ്ടിയാണ് 2022 ഇവിടെ ഒരു വലിയൊരു സമര പരമ്പര തന്നെ നടന്നത്. ആ സമര പരമ്പര UDF നേതാക്കൾ 1959 ഒന്നാം വിമോചന സമരം നടന്നുവെങ്കിൽ 2ാം വിമോചന സമരത്തിന് വേണ്ടിയാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും 2ാം വിമോചന സമരത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് നൽകിയത്. ചിലപ്പോൾ അവർ അറിഞ്ഞോ അറിയാതെ ആയിരിക്കാം സംഭവിച്ചത്. അപ്പോൾ ഈ വരുമാനം, ഈ രാജ്യത്തിൻ്റെ ഈ പുരോഗതി ഇനി വിഴിഞ്ഞത്തിൽ നിന്നാകും എന്നുള്ളൊരു സാധ്യതയിൽ നിന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, ഒരു മാസമെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരു വർഷമെങ്കിൽ ഒരു വർഷം, ഇത് താമസിപ്പിച്ചാൽ ഈ കിട്ടുന്ന വരുമാനം ഈ നിലവിലെ
അന്താരാഷ്ട്ര തുറമുഖങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഇവിടെ ഒരു സമരം സംജാതമായത്. എന്നാൽ ഈ സമരത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം സാധാരണപ്പെട്ട ജനങ്ങൾക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആവശ്യകതയും അതിൻ്റെ പുരോഗതിയിൽ നിന്ന് കിട്ടുന്ന അറിവും വളരെ ലുപ്തമായിരുന്നു. എന്നാൽ ഈ സമരത്തിന് തയ്യാറായി നിന്ന മഹാഭൂരിപക്ഷ ജനങ്ങളും ഇന്ന് ഈ തുറമുഖത്തിൻ്റെ ഭാവി വാഗ്ദാനവും ഭാവി വളർച്ചയും വളരെ നല്ല നിലവാരത്തിൽ സപ്പോർട്ട് ചെയ്യുകയും ഈ തുറമുഖത്തിന് വേണ്ടി ഇനിയും എന്തും അവരിൽ നിന്ന് അവർ നൽകുമെന്നാണ് ഇന്നത്തെ ചുറ്റുപാടിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഈ തുറമുഖത്തിന് വേണ്ടി സംഭാവന ചെയ്ത പല മഹത് വ്യക്തികളും ഇന്ന് വളരെ പിന്നിലാണ്. അവരെ നാം ഓർമ്മിച്ചെടുക്കേണ്ട ഒരു അവിഭാജ്യ ഘടകം ഈ വരുന്ന നാളുകളിൽ ഉണ്ടാകും എന്നതിൽ ഒരു തർക്കമില്ല.